അക്രമത്തിലും ഭീതിയിലും പെട്ട് കേരള ജനത നട്ടം തിരിയുമ്പോൾ റോമ സാമ്രാജ്യം കത്തിയമരുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെ പിണറായി വിജയൻ മാറുന്നുവെന്ന് കെ ജയശങ്കർ. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കാട്ടകമ്പാൽ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ജെറുസലേം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം സംഘടനാ ചുമതല വഹിക്കുന്ന ജയശങ്കർ. കേരളത്തിലെ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ അപകടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവർക്ക് താങ്ങാകുവാനും തണലാകുവാനും നിൽക്കേണ്ട ഒരു സർക്കാർ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് വരെ അദ്ദേഹത്തിന്റെ വസതി സന്ദർശിച്ചിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കാകെ ദൂർത്തും അഴിമതിയും പക്ഷപാതവുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. കാട്ടാനകളുടെയും കാട്ടുപോത്തുകളുടെയും കാട്ടുപന്നിയുടെയും ആക്രമത്തിൽ ജനം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന തങ്ങളുടെ കുട്ടികളെയോർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുടെ രോദനമാണ് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഉയരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നികൃഷ്ടമായ ആക്രമണത്തിൽ സ്വന്തം ജനത വെന്തരിയുമ്പോൾ സമാശ്വാസമാകേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും ജയശങ്കർ പരിഹസിച്ചു. നീതിക്ക് വേണ്ടി യാചിക്കുന്ന ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദനമുറകൾ ഉപയോഗിച്ച് നിശബ്ദമാക്കാനാണ് കേരളത്തിലെ പോലീസിന്റെ പണിയെന്നും അദ്ദേഹം തുറന്നടിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം UDF ചെയർമാൻ MM അലി അധ്യക്ഷത വഹിച്ചു. ലീഗ് നേതാവ് AY മുഹമ്മദ് കുട്ടി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സാംസൺ പുലിക്കോട്ടിൽ, MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, സോണി സക്രിയ തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, കുന്നംകുളം.